ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം 8ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിധക്കാരന്റെ ഉപമ എന്നാണ് ഈ വേദഭാഗം അറിയപ്പെടുന്നത്. ദൈവ കൃപയുടെ പാടശേഖരത്തിന് നടുവിലൂടെയാണ് നാം ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. അപ്രകാരം ഈ വിധക്കാരന്റെ ഉപമയെ വിത്ത് വിതയ്ക്കുന്ന ഇടവും അതുപോലെ തന്നെ വിധക്കാരനുമൊക്കെയായി നാം സങ്കല്പിച്ച് നമ്മുടെ നിത്യജീവിതമായി അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഏതാനും ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഉന്മേഷത്തോടുകൂടിയും ഊർജ്ജസ്വലതയോടുകൂടിയും വിത്ത് വിതയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ഉന്മേഷത്തോടുകൂടിയും ഊർജ്ജസ്വലതയോടും വിത്ത് വിതയ്ക്കുവാൻ. നാമർക്കറിയാം, നാം ആയിരിക്കുന്ന ഇന്നിന്റെ ലോകത്ത് അനാസ്ഥതയുടെയും ഒരു മന്ദതയുടെയും ഈ കാലത്ത് പ്രാർത്ഥനയുടെ തീവ്രതയുടെ നടുവിൽ ഉന്മേഷത്തോടുകൂടിയും ഊർജ്ജസ്വലതയോടുകൂടിയും വിത്ത് വിതയ്ക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെയൊക്കെ സമയവും കാലവും, ടൈം ആൻഡ് സ്പേസ് എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ദൈവവചനത്തിനും ദൈവബോധത്തിനും ഒരിക്കലും മാറ്റം ഉണ്ടാവുകയില്ല. അപ്രകാരം ഉന്മേഷത്തോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഊർജ്ജസ്വലതയോടെ വിത്ത് വിതയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല വിത്തിനങ്ങൾ മാത്രം ഉപയോഗിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. നല്ല വിളവിനെ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി വിധക്കാരൻ എപ്പോഴും ജാഗ്രത പുലർത്താറുണ്ട്. അപ്രകാരം ആത്മീയമായി നാം ഓരോരുത്തരും നമ്മെ തന്നെ നോക്കുമ്പോൾ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും അശുദ്ധ ചിന്തകളിൽ നിന്നും സത്യവിശ്വാസത്തോടുകൂടി നമ്മുടെ കാലഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം ചേർന്ന് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ജീവിത വിശുദ്ധിയും വൃദ്ധവും എന്നുള്ളത്. നല്ല വിത്തിനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന നാം ഓരോരുത്തരും തെറ്റായ ഉപദേശങ്ങളും ഏഷണികളും നോക്കി മാറി നിന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് സാധൂകരിക്കുന്നത് നമ്മുടെ ജീവിത വിശുദ്ധിയും വൃദ്ധവുമാണ്. അവസാനമായിട്ട് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശത്തിൽ രത്നചുരുക്കമായിട്ടുള്ളത്, പാടശേഖരം ഭംഗിയായി നാം ഓരോരുത്തരും ഒരുക്കപ്പെടുമ്പോൾ അതിന് വിത്തിന്റെ ഗുണമേന്മ മാത്രമല്ല, മറിച്ച് ആ തയ്യാറാക്കപ്പെടുന്ന മണ്ണ് നല്ലതായിരിക്കണം. എന്നാലേ വിത്ത് ആഴത്തിൽ അവിടെ മുളയ്ക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. മനുഷ്യ ജീവിതവും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. അന്ധകാരത്തിന്റെ കല്ലുകളും അതുപോലെ തന്നെ പാപത്തിന്റെ മുള്ളുകളും നിറഞ്ഞിരിക്കുന്ന ഹൃദയം, ദൈവവചനം അവിടെ വളരണമെങ്കിൽ നാം അതിന് വിത്ത് വിതപ്പാനുള്ള നല്ല സ്ഥലമായി ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവ തിരുനാമത്തിൽ